ഞാനിന്ന് കടയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ചിക്കൻ്റെ ലിവറാണ് ഇട്ടത്. പിന്നെ ഞാനൊരു ചിക്കൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ ജ്യൂസ് വാങ്ങിച്ച് പൈനാപ്പിളിൻ്റെയും ഓറഞ്ചും ആപ്പിളും വാങ്ങിച്ച്. പിന്നെ ഞാനൊരു കെട്ട് ചീര വാങ്ങിച്ച്. അയ്യോ പൊട്ടിപ്പോയല്ലോ. ചീര വാങ്ങിച്ച് എന്താ ഒരു കെട്ട് ചീര വാങ്ങിച്ച്. പിന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ എന്താണ്, പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചു, 2 ബ്രെഡ് വാങ്ങിച്ചു. അതിനകത്ത് 2 ബ്രെഡ് വാങ്ങിച്ചു. പിന്നെ ഇത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ഈസ്റ്റ് വാങ്ങിച്ചു. ഒരു ഈസ്റ്റിനാണല്ല 2 ഈസ്റ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 മാങ്കോ വാങ്ങിച്ചു. മാങ്കോ ദാവി ജ്യൂസ് ആണോ? വേങ്ക എന്നാ വന്നാല് കൊണ്ടാ ഇവിടെ ഗ്ലാസ് എന്നാ ഒഴിച്ചു കുടിക്കാം. കളയാണ്ട് കുടിക്കണോ കേട്ടോ. ചാള വാങ്ങിച്ചിട്ടാണ്. ചാള വാങ്ങിച്ച് നന്നാക്കിയതാണ്. പിന്നെ കൂന്തൽ 3 കൂന്തൽ വാങ്ങിച്ചു. ഇത് നന്നാക്കി അപ്പം ഇത് ഞാൻ നന്നാക്കി എടുക്കണത്. നന്നാക്കാൻ ഭയങ്കര പാടാണ് തോന്നണത് തൊലി പോരാനായിട്ട്. കത്തിയും കൊണ്ട് എടുക്കണോ തോന്നണ്. ഈ കൂന്തിൻ്റെ ഉള്ളിൽ നിന്നില്ലേ സ്വർണ്ണ സഞ്ചി ഇട്ടിട്ടുണ്ടത്. സ്വർണ്ണത്തിൻ്റെ സഞ്ചി ഇതാവി സ്വർണ്ണ സഞ്ചി കണ്ടിട്ടുണ്ട്. പിന്നെ ഇതേ നെയ്യുണ്ടെന്ന് തോന്നുന്നു കൂന്തലിന്. കൂന്തൽ നന്നായി കഴിഞ്ഞേൻ്റെ പിന്നെ ഇതേ കൂന്തൽ കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതേ സവാളയും വെളുത്തുള്ളിയും വാട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ സവാള വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടിടുന്നത്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
ഒഴിച്ച് കഴിക്കും. അപ്പം ഞാനപ്പം കൂന്തലൊക്കെ അടുപ്പത്ത് വെച്ച് നന്നാക്കി. ഇനി ഞാൻ ചാള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകും. ചാള വറുത്തത്. അപ്പം ചാള വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് സവാള ഉള്ളി വാട്ടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂന്തലും ഉരുളക്കിഴങ്ങും അതും ശരിയായി.